അഭിഷേക പ്രാർത്ഥനയ്ക്ക് പോവാം. ഇന്നത്തെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഈ അനുഗ്രഹ പ്രാർത്ഥന കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കുന്നത്. നിങ്ങളിത് ഷെയർ ചെയ്യണം കേട്ടോ. 10 മനുഷ്യർ രാവിലെ നിങ്ങളുടെ പേരിൽ കർത്താവിൻ്റെ വചനം കേട്ട് എഴുന്നേക്കട്ടെ. അത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നൊരു മഹത്വപ്രവ ശുശ്രൂഷയായിട്ടും നിങ്ങളുടെ പേര് വരട്ടെ. അപ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാവും. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. കണ്ണടച്ച് കൈകൾ കൂപ്പി ഓരോ പ്രാർത്ഥന കഴിയുമ്പോൾ ആമേൻ ആമേൻ എന്ന് പറയണം. അപ്പോൾ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം. കർത്താവ് ഞാൻ നിന്റെ ഉന്നതമായ നാമത്തെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ ഭൂഖണ്ഡങ്ങളിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോ സംസ്ഥാനങ്ങളിലുള്ളവർക്ക് രാജ്യങ്ങളുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികൾക്കും കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം അനുഗ്രഹത്തിൻ്റെ അഭിഷേകകരം നിങ്ങളെ സ്പർശിക്കട്ടെ. രോഗികളെ കർത്താവ് അടിപ്പിടർ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യിച്ചുകൊണ്ട് രോഗികളിൽ നിന്ന് കർത്താവ് രോഗങ്ങൾ നിങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. കർത്താവെ, അസ്ഥികൾക്ക് വേദനയുള്ളവരുണ്ട്. മരുന്ന് കഴിക്കുമ്പോൾ ഗ്യാസായിട്ട് അതുപോലെ വയറൊക്കെ വീർത്ത് പിന്നെ ഭക്ഷണം പോലും ഇറങ്ങാതെ പിന്നെ എന്തെല്ലാം തരത്തിലുള്ള അസ്ഥി ഓപ്പറേഷന് വന്നിട്ടുള്ള ആൾക്കാർ, ഒടിഞ്ഞിട്ടുള്ളവർ, ചതഞ്ഞിട്ടുള്ളവർ, ചിന്നിയിട്ടുള്ളവരൊക്കെ അവർ കഴിക്കുന്ന മരുന്ന് കൊണ്ട് കർത്താവ് എന്തെല്ലാം ദുരിതങ്ങൾ അവർ അനുഭവിക്കുന്ന ഈശോയെ, മരുന്നിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈശോയെ. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ രോഗപീഡിതരും രോഗബാധിതരായിട്ടുള്ളവരെ സ്വന്തം സ്വകാര്യമായ കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും എഴുന്നേക്കാൻ പറ്റാതെ കിടക്കുന്നവരുണ്ട്. ആരോഗ്യത്തോടെ നല്ലവണ്ണം ജോലി ചെയ്ത ആൾക്കാർ കിടപ്പിലായവരുണ്ട്. അവരുടെ ബൈസ്റ്റാൻഡേഴ്സായിട്ട് വീട്ടിലും ആശുപത്രിയിലും നിൽക്കുന്നവരുണ്ട് ഈശോയെ. അവിടെയൊക്കെ മനസ്സിടിഞ്ഞിട്ട് എപ്പോൾ വീട്ടിൽ പോകാൻ പറ്റും, എന്തെങ്ങനെ ജീവിക്കും, ഇങ്ങനെയൊക്കെ ഉള്ള ആകുലത ഉണ്ട് ഈശോയെ. പ്രിയപ്പെട്ടവർ മരിച്ചു പോയവരുണ്ട് ഈശോയെ. പ്രിയപ്പെട്ടവർ രോഗികളായവരുണ്ട് ഈശോയെ. രൂപപ്പെട്ടവർക്ക് തന്നെ അവിടെ പണി മുട്ടണ രീതിയിലുള്ള രോഗത്തിന് അപകടം വന്നപ്പെട്ടവരുണ്ട് ഈശോയെ. അവരെല്ലാവരെയും നിനക്ക് ഞാൻ സമർപ്പിക്കണം ഈശോയെ. ഈശോയെ, ഞാൻ ഒത്തിരിയേറെ നിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ കർത്താവ് നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ഈശോയെ, മനുഷ്യന്മാരുടെ ജാതിയും മതവും ഒന്നും നോക്കാതെ അവരുടെ സങ്കടങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് അവരെ സ്നേഹിക്കുന്ന ദൈവമേ, നിൻ്റെ വലിയ ചൈതന്യ മക്കളിലേക്ക് ആവശ്യിക്കുന്ന പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പീഡിതര്, വ്യഥിതര്, സങ്കടക്കാര്, ആകുല ചിത്തര്, അവരുടെ ഹൃദയത്തിൽ എപ്പോഴും രക്തം കിരിയുന്ന അനേകം മക്കളുണ്ട് ഈശോയെ. കണ്ണ് തോരാത്ത മക്കളുണ്ട് ഈശോയെ. ദീർഘനിശ്വാസം എപ്പോഴും ഓരോ കാര്യം ഓർത്തിട്ട് വന്നിട്ടുണ്ട്, പേടിക്കുന്നുണ്ട് ഈശോയെ. സത്യം പറഞ്ഞ ആരും ഇല്ലാതിരിക്കുന്നവരുണ്ട് ഈശോയെ. അങ്ങനെ ഓരോ തരത്തിലും ഓരോ തരം വേദന അനുഭവിക്കുന്നവരെ, അവരുടെ ഓരോരോ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവർ, പല ഉത്തരവാദിത്വം നിർവഹിക്കുന്ന അധികാരികളെ പേടിച്ച് ജീവിക്കേണ്ട ആൾക്കാരുണ്ട് ഈശോയെ. ബ്ലേഡ് പലിശക്ക് പണമെടുത്തതിന് ശേഷം ജപ്തിയിലേക്ക് വരുമോ എന്നിട്ട് അതുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഈശോയെ. നമുക്ക് അഭിമാനത്തോടെ ജീവിച്ചവർക്ക് തലകുനിഞ്ഞ് നിൽക്കേണ്ട അവസ്ഥയിൽ മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ ജീവിക്കുന്നുണ്ട് ഈശോയെ. കയ്യിൽ നിന്ന് വന്ന അബദ്ധങ്ങൾ, തെറ്റായ കാര്യങ്ങൾ മനുഷ്യരെ പറഞ്ഞതിൻ്റെ പേരിൽ പിന്നെ ആ സമൂഹത്തിൽ തലയെടുപ്പോഴും ജീവിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന തെറ്റായ ആക്ഷേപിക്കുക. അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും കർത്താവെ, തെറ്റ് ചെയ്ത പോലെ മറ്റുള്ളവർ തരം കിട്ടിയപ്പോൾ അവരെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും അവരുടെ മനസ്സിനെ ഇടിച്ചു കളയുകയും അവരെ കരുതുകയും ചെയ്തിട്ടുള്ളവരുണ്ട്. എല്ലാവർക്കും കർത്താവെ, നീ മാത്രമാണ് എല്ലാവരുടെയും ഉത്തരം കർത്താവെ. എല്ലാവരും ഓരോ കാര്യങ്ങൾ ഇടപെടുന്നതിൽ അവർക്ക് അവരുടെ ലക്ഷ്യങ്ങളുണ്ട്. ഒരു ലക്ഷ്യമില്ലാത്തത് നീ മാത്രമാണ് കർത്താവെ. നീ അവരെ സന്ധിക്കണമേ. പെട്ടുപോയെന്ന് വിചാരിക്കുന്ന മക്കളുണ്ട് ഈശോയെ. ഒറ്റപ്പെട്ടു പോയെന്ന് വിചാരിക്കുന്ന മക്കളുണ്ട് ഈശോയെ. നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയെന്ന് വിചാരിച്ചുകൊണ്ട് ഇനി ഇങ്ങനെ ഞങ്ങളുടെ ഒടുങ്ങട്ടെന്ന് വിചാരിച്ചുകൊണ്ട് നിരാശയോടെ മദ്യപിച്ചവർ വീണ്ടും മദ്യപിക്കുകയും എങ്ങനെയെങ്കിലും അപകടം വന്ന് മരിക്കാൻ വേണ്ടി ആത്മഹത്യ ആഗ്രഹിക്കുകയും ചെയ്യുന്ന മക്കളുണ്ട് ഈശോയെ. അവരെല്ലാം കർത്താവെ, അവരെല്ലാം അനുഭവിക്കുന്ന മഹാസങ്കടങ്ങളൊക്കെ വേണ്ടി കർത്താവിൻ്റെ കരുണ ചൊരിയുന്നത് പ്രാർത്ഥിച്ചു. അവരെ വീണ്ടെടുക്കണേ കർത്താവ്. അവരുടെ യോഗ്യത കൊണ്ടല്ല കർത്താവ്, ലക്ഷോപലക്ഷം രക്തസാക്ഷികളും വേദസാക്ഷികളും ജീവിച്ച് സഭയുടെ വിശുദ്ധ സഭയുടെ വിജയസഭയുടെ ആ കൃപയുടെ യോഗ്യതയാൽ കർത്താവെ, എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവർക്ക് നീ ആശ്വാസം അനുഗ്രഹം കൊടുത്തുകൊണ്ട് അവർ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ അവരുടെ മനസ്സുകൊണ്ട് എഴുന്നേൽക്കുകയും ഹൃദയം കൊണ്ട് ഉണർവുള്ളവരാകുകയും ശരീരം കൊണ്ട് അവരുടെ ജോലിയിലേക്ക്
പുതിയ ജോലിയിലേക്ക് അവരെ പ്രവേശിക്കുകയും ചെയ്യാൻ ദൈവത്തിൻ്റെ സമാധാനം അവരുടെ ഹൃദയത്തെ സ്പർശിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ നീ സംരക്ഷിക്കപ്പെടട്ടെ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മൾ കർത്താവിന്റെ വചനം വായിക്കാൻ പോവുകയാണ്. ഇന്നത്തെ വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:34. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ കണ്ടത് കഴിഞ്ഞ ദിവസം കണ്ടത് 33-34 വെച്ചോളൂ. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. കേട്ടോ, അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതി. അതെന്താ പ്രശ്നം? നാളത്തെ നമ്മുടെ അല്ല, ദൈവത്തിൻ്റെതാണ്. അതെനിക്ക് വിട്ടേക്കാൻ പറയണ പോലെയാണ് ഈശോ പറയണത്. നാളെ ദൈവത്തിൻ്റെതാണ്. ഇന്ന് നിനക്ക് ദൈവത്തോട് നിന്റെ ആകുലതകൾ, ഇന്നത്തെ ആകുലത മാത്രം അഡ്രസ് ചെയ്താൽ മതി എന്ന് ഈശോ പറയണം. നമ്മളങ്ങനെയല്ല. നമ്മൾ നാളത്തെ ആകുലതയും ഈ ആണ്ടത്തെ മൊത്തം ആകുലതയും അടുത്ത നൂറ്റാണ്ടിലെ ആകുലതയും കൂടിയാണ് ചോദ്യം നടക്കേണ്ടത്. നോൺസെൻസ്. കർത്താവ് എന്താ പറഞ്ഞിരിക്കണേ? ഇന്നത്തെ ആകുലത. ഈ ഡെയിലി ബ്രെഡിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. ഇന്നത്തെ വിഷയം. അതുകൊണ്ടാണ് ഇന്ന് കൈകാര്യം ചെയ്യണത്. ഇന്ന് നിങ്ങൾ പോകുന്ന ഇടങ്ങള്, കണ്ടുമുട്ടുന്ന വ്യക്തികള്, അതെല്ലാം ദൈവത്തിന് വിട്ടേക്കാൻ. അപ്പം ദൈവത്തിന് അവിടെ പങ്കുണ്ട്. ഇപ്പം നിങ്ങളുടെ ഓഫീസിൽ പോയാലും, അതിനിപ്പോൾ ലോൺ പാസ്സാക്കാൻ പോയാലും, ഒരു പാസ്പോർട്ട് ഇൻ്റർവ്യൂവിന് പോയാലും, ഒരു വിസ ഇൻ്റർവ്യൂവിന് പോയാലും അവിടെ ഒരു ദൈവക്കണമുണ്ട്, ഒരു ദൈവത്തിൻ്റെ പോർഷനുണ്ട്. എന്താ കാര്യം? ഇന്നത്തെ ആകുലതയാണ്. ഈശോ പറഞ്ഞതാണ് ഇന്നത്തെ ആകുലത മതിയെന്ന്. അപ്പോൾ ഇന്നത്തെ ആകുലത ഈശോയ്ക്ക് പരമേൽപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വിഷയം, ഇന്നത്തെ ഓരോ വിഷയവും. നീ ഇന്ന് തിരിച്ചു വന്നു. ചിലപ്പോൾ ഏത് സമയത്താണ് നീ വരണമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ നിനക്ക് യാത്രയുണ്ടെങ്കിൽ നീ തിരിച്ചു വരുന്ന കാലം ചിലപ്പോൾ രാത്രി തന്നെ. ഇന്ന് ചിലപ്പോൾ വൈകുന്നേരം രാത്രി 11 കഴിഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട്, സന്ധ്യയ്ക്ക് വരുന്നവരുണ്ട്. അപ്പോൾ എപ്പോഴാണ് നീ തിരിച്ച് ഭവനത്തിലേക്ക് വരുന്നത്? നിൻ്റെ ആവശ്യം നിറവേറ്റിക്കൊണ്ട് അവിടെ എല്ലാം വേണ്ടിവിടുന്ന കർത്താവിൻ്റെ ആവശ്യം, നിൻ്റെ ആവശ്യം. അത് മാത്രം ആകുലതയായാൽ മതി. അതുമാത്രം പ്രാർത്ഥനയുടെ സബ്ജക്റ്റ് ആകണം. എന്നുവെച്ചാൽ അതിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ നമ്മൾക്ക് ഈ വചനം കൂടെ കിട്ടുന്ന ഒരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ആകുലതകൾ സ്കീമിലുള്ളതാണെന്ന് അതിൻ്റെ അർത്ഥം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ്, ഞാൻ അത് ആദ്യം പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ പഞ്ചായത്തിലേക്ക് ചെല്ലുമ്പോൾ അവരെന്നാ പറയുന്നത്? സ്കീമില്ലെന്നല്ലേ പറയണേ. സാറേ ഞങ്ങൾക്കൊരു പശുവിനെ വേണം. അപ്പം അത് പറയാം, അത് പഞ്ചായത്ത് സ്കീം ബ്ലോക്കിൽ പോകാൻ പറയും. അത് സ്കീം ഉണ്ടെങ്കിൽ തരാൻ പറ്റത്തുള്ളവർക്ക്. കാരണം ഞങ്ങൾക്ക് ഹൗസ് മെയിൻ്റെനൻസ് വേണം.
അവർ ഹൗസിന് വേണ്ടി സ്കീമുണ്ട്, മെയിൻ്റനൻസ് സ്കീമില്ലെന്ന് പറയും. ഇതുപോലെ കർത്താവ് എന്താ പറയണത്? ഇന്നത്തെ ആകുലതയ്ക്ക് സ്കീമുണ്ടെന്നാണ് പറയണത്. ദൈവത്തിൻ്റെ പരിഗണനയിലുള്ള വിഷയമാണത്. അതാണ് ഈ അന്നു വേണ്ട ആഹാരം എന്ന് ഈശോ പറഞ്ഞത്. നാളത്തെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമെന്നല്ല, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അപ്പം ഇന്ന് അത് ദൈവത്തിന് മനസ്സിൽ പരിഗണനയുള്ള സബ്ജക്റ്റാണ്. നിന്റെ റെക്കോർഡ് കാണിക്കണ വിഷയമാണെന്ന് വിചാരിച്ചു. നീ കുറേ സൂത്രപ്പണിയൊക്കെ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. സമയമില്ലാത്ത കൊണ്ട് വന്നതാണ്, വീട്ടിലെ വിഷയവും ഒക്കെ കൊണ്ട് വന്നതാണ്. പക്ഷെ നിന്നെ ദൈവം സേവ് ചെയ്യും. എന്താ കാര്യം? നീ ഉള്ള തുറന്ന് പറയണം, കർത്താവ് എനിക്കിങ്ങനെ സംഭവിച്ചത്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അവർ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ മകനെ നിന്റെ ആകുലതയുടെ കൂടെ ദൈവം നിൽക്കും. നിന്റെ ആകുലതയുടെ കൂടെ നിൽക്കും. അപ്പം അതുകൊണ്ട് എല്ലാ ആകുലതകളും കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുക്കാനുള്ളതാണ്, അഭിഷേകത്തിനുള്ളതാണ് എൻ്റെ അർത്ഥം. എല്ലാ ആകുലതകളും അനുഗ്രഹത്തിനും അഭിഷേകത്തിനുള്ളതാണ്. നിനക്ക് ആകുലതയുണ്ടോ? നിനക്ക് അനുഗ്രഹത്തിന് അവകാശമുണ്ട്. അപ്പം ആകുലത സമർപ്പിച്ച് പ്രാർത്ഥനയാക്കി മാറ്റുക. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ഇപ്പം മിനി അലിഷയുമാണല്ലോ, രണ്ടുപേരാണ് ഇവിടെ മോഡലായിട്ട് എടുത്തിരിക്കുന്നത്. ഈ മിനി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഞങ്ങളുടെ അനുഭവങ്ങൾ കർത്താവിനെ അറിയാത്തവരോട് പറയും, ഞങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് പറയും. എന്നിട്ട് കർത്താവിനെ കുറിച്ച് അവരോട് സംസാരിക്കും. തിരിച്ചു പോരുമ്പോൾ എന്തെന്നില്ലാത്ത ആന്തരിക ആഹ്ലാദമാണ് മനസ്സിൽ. അതാണ് കണ്ടൻ്റ് എന്ന് പറയുന്നത്. അത് അലീഷയ്ക്കും വരുന്നുണ്ട്. ഈ ഓൾഡ് ഏജ് ഹോമിൽ പോയി അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ചിരിക്കുന്നുണ്ട്, അവർ സംസാരിക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും വലിയ ദാരിദ്ര്യം സംസാരിക്കാനും കേൾക്കാനും പറയാനും ആരും ഇല്ലാത്തതാണെന്ന് മനസ്സിലാക്കുമ്പോൾ അലീഷ പറയും, കാശെന്തിനാ കാരുണ്യ പ്രവർത്തിക്ക്. ആൾ പറയുന്നുണ്ട്, കാശെന്തിനാ കാരുണ്യ പ്രവർത്തിക്ക്, മര്യാദക്ക് സ്നേഹത്തോടെ സംസാരിക്കാൻ അറിഞ്ഞാൽ മതി. അപ്പോൾ കാരുണ്യപ്രവൃത്തിയാണ് നിൻ്റെ പ്രശ്നം, നിൻ്റെ ഉടമ്പടി ഉടക്കെന്ന് മനസ്സിലാക്കിയപ്പോൾ പിറ്റേ ദിവസം മുതൽ മൂവ്മെൻ്റായി ഉടമ്പടി. നിങ്ങളുടെ ഉടമ്പടി ഉടക്കി കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ മാത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കാരുണ്യപ്രവർത്തനം ചെയ്യുന്നുണ്ടാകും, ചെയ്യുന്നില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ടാകും, ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയത്തില്ല. ചെയ്യേണ്ടതുപോലെ ചെയ്യണില്ലെന്നാണ് പ്രശ്നം. ചെയ്യേണ്ടതുപോലെ എന്താണ്? എന്ത് ചെയ്താലും കർത്താവിൻ്റെ സ്നേഹത്തോടെ ചെയ്യണം. എന്ത് ചെയ്താലും എന്ത് ചെയ്താലും 1 കൊരിന്തോസ് 16:14 1 കൊരിന്തോസ് 16:14 നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം. പത്രം കൊടുത്തോ, രോഗികളെ പോയി കണ്ടോ, പൊതിച്ചോറ് കൊടുത്തോ, വെളുപ്പിന് എഴുന്നേറ്റ് പാകം ചെയ്തോ, അതല്ല പ്രശ്നം. പ്രശ്നം എന്താണ്? അതിൻ്റെ അകത്ത് ഇന്ധനത്തിനാണ് പ്രശ്നം. അത് നിങ്ങൾ സ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത്. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്നേഹമാണ്. ബൈബിളിൽ നമുക്ക് സ്നേഹമുണ്ടാകാം, നമുക്ക് വിശ്വാസമുണ്ടാകാം. പക്ഷെ മനുഷ്യ സ്നേഹമുണ്ട്, മനുഷ്യവിശ്വാസമുണ്ട്. അതിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ദൈവസ്നേഹമുണ്ട്, ദൈവവിശ്വാസമുണ്ട്. അതെന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റോമ 4:20 എടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. അപ്പോഴ് ദൈവവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യവിശ്വാസം കേവലമാണ്. മനുഷ്യവിശ്വാസത്തിൽ ചെയ്യാം. എന്തുമാത്രം മനുഷ്യന്മാരാണ് ദൈവത്തെ അറിയാത്തവരൊക്കെ ദൈവത്തെ വിശ്വസിക്കാത്തവർ പോലും കുറേ ഉപപ്രവർത്തനങ്ങളൊക്കെ ചെയ്യണില്ലേ? അത് മനുഷ്യവിശ്വാസമാണ്. ദൈവവിശ്വാസം എന്ന് പറയണത് റോമ 4:20 എന്താണ്? ആ വിശ്വാസം കൊണ്ട് ദൈവത്തെ മഹത്വമായിരിക്കണം. അല്ല നമുക്ക് വോട്ട് വാങ്ങിക്കുക എന്നുള്ളതല്ല, അധികാരത്തിൽ കയറുക എന്നുള്ളതല്ല. അതിൻ്റെ വിഷയം ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം. അപ്പം നീ ഉടമ്പടിയിൽ ഒരു ഉപപ്രവർത്തനം ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം.
അപ്പം മിനി അത് പറയുന്നുണ്ട്, ഞങ്ങളത് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണ്. പക്ഷെ ഞങ്ങളത് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കാര്യം നടക്കണമേ എന്നല്ല ഞങ്ങൾ ചിന്തിക്കണത്, മറിച്ച് ദൈവം മഹത്വപ്പെടണം, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഞങ്ങൾ ശക്തി പ്രാപിക്കണം. അപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് 4:20 എന്താ പറയണത്? ഏറ്റവും പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിലെ ശക്തി പ്രാപിക്കുവിൻ. അപ്പൊ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ, ശക്തിയുള്ള വിശ്വാസം, പവർഫുൾ ഫെയ്ത്ത്, എവിടെയെങ്കിലും ഉടമ്പടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ ഉപയോഗിക്കേണ്ട പവറ് ദൈവത്തിൻ്റെ മഹത്വപ്പെടുത്തുന്ന ശക്തിയുള്ള വിശ്വാസമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ശക്തിയുള്ള വിശ്വാസം ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഇതാണ് വെച്ചാൽ ദൈവസ്നേഹത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഉപപ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും നമ്മൾ ചെയ്യേണ്ടത്. എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. നിങ്ങൾ 100 രോഗികളെ കണ്ടാന്ന് പറഞ്ഞൊരു കാര്യമില്ല. ചിലപ്പോൾ ഒരു രോഗിനെ കണ്ടിരിക്കണത് അത് ദൈവസ്നേഹത്തോടെയാണെങ്കിൽ അവിടെയാണ് ബലം പ്രാപിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ബലം പ്രാപിക്കണമെങ്കിൽ അപ്പോൾ റോമൻ 4:20 അനുസരിച്ച് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിലെ ശക്തി പ്രാപിക്കുകയും. അപ്പോൾ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് ദൈവത്തെ മഹത്വപ്പെടുത്തലാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമ്മൾ ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്ന ദൈവസ്നേഹത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ നാമത്തിലാകണത്. അതാണ് വിഷയം. നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിലാകും. ഇപ്പം നിങ്ങളുടെ PR വരാൻ വേണ്ടി PR-ൻ്റെ നാമത്തിലാണ് നിങ്ങൾ ചെയ്യണത്, നിങ്ങളുടെ നാമത്തിലാണ് സംഭവം ചെയ്യണത്. പിടിയിട്ടില്ലേ? ഉടമ്പടി ചില ആൾക്കാർ ഇരന്ന് പണി മേടിക്കണത് അങ്ങനെയാണ്. ഇവർ ഭയങ്കരമായിട്ട് പണിയൊക്കെ ചെയ്യും. രോഗി ഓർഫനേജിൽ പോവുകയോ അല്ലെങ്കിൽ രോഗികളെ പോയി കാണുക, ആശുപത്രിയിൽ പോവുകയോ പൈസ കൊടുക്കുകയോ ചെയ്യും. എന്തിനാണ്? കർത്താവ് ഇങ്ങനെയെങ്കിലും PR കിട്ടണേ എന്ന് പറയുമ്പോൾ ആർക്ക് PR കിട്ടണ കാര്യമാണ് പറയണത്? അവർക്കാണ്. അവരുടെ നാമത്തിലാണ് ചെയ്യണത്. അവരുടെ നാമത്തിൽ ചെയ്യുമ്പോൾ ബലം പ്രാപിക്കത്തില്ല. അവിടെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയാണ് ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? ദൈവം അതിൻ്റെ അകത്ത് കക്ഷിയല്ല. ഉടമ്പടിയിൽ ദൈവമാണ് കക്ഷി. അപ്പം അതെന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്യണം. ആരെങ്കിലും എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ കൊടുത്താൽ, മത്തായി 10:42, ഈ ചെറിയവരിൽ ഒരുവന് പറഞ്ഞ് ഈ ചെറിയവരിൽ ഒരുവന് ഒരു ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ആളുടെ ശിഷ്യനാണ്? കർത്താവിൻ്റെ ശിഷ്യനാണ് അല്ലേ? അപ്പോൾ ഒരു വ്യക്തിയെ കർത്താവിൻ്റെ ശിഷ്യനായി കണ്ടുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിലാണ് അവരെ സഹായിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആരുടെ നാമത്തിലാണ്? നിങ്ങളുടെ PR-ൻ്റെയോ പെൻഷൻ്റെ നാമത്തിൽ, നിങ്ങളുടെ നാമത്തിലല്ല. ആരുടെ നാമത്തിലാണ്? കർത്താവിൻ്റെ നാമത്തിലാണ്. ഒരു പത്രം കൊടുക്കുമ്പോഴും ഒരു പൊതിച്ചോറ് കൊടുക്കുമ്പോഴും കർത്താവെ നിൻ്റെ നാമത്തിൽ. സ്വാതികൃഷ്ണ അവസാനം പറയുന്നൊരു വാക്കുണ്ട്. പറയണത്, കർത്താവെ ഞാൻ രക്ഷപ്പെടുകയോ രക്ഷപ്പെടാതിരിക്കുകയോ, ഞാൻ വിദേശത്ത് പോവുകയോ ജോലി കിട്ടുകയോ അതൊന്നുമല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം നീയാണ്. എവിടെ ഞാൻ പോയാലും പോയില്ലെങ്കിലും, പരീക്ഷ തോറ്റാലും ജയിച്ചാലും എന്തു ചെയ്യണം? നിന്നുമായിട്ടുള്ള ബന്ധം പോകരുതെന്ന്. അതാണ് സംഭവം. അത് സ്വാതികൃഷ്ണ ഭയങ്കര ലീഡ് ചെയ്യുന്നുണ്ട് ആ സാക്ഷ്യത്തിൽ. നിങ്ങൾക്കറിയാമല്ല, ഒരു കാത്തലിക്കും അല്ല ക്രിസ്ത്യനും അല്ല, പക്ഷെ വായിന്ന് വരുന്ന വർത്തമാനങ്ങളെന്നൊരു വല്ലാത്ത വർത്തമാനം. അവസാനം അവൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, കർത്താവെ ഞാൻ പരീക്ഷയ്ക്ക് തോറ്റാലും ജയിച്ചാലും എനിക്കത് പ്രശ്നമല്ല. എൻ്റെ പ്രശ്നം എന്താണ്? നീയുമായിട്ടുള്ള ബന്ധം പോകാതിരിക്കണം. അപ്പോൾ ആരുടെ നാമത്തിലായി? അവൾ ചെയ്യുന്നതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ. അതെന്തുകൊണ്ടാണ് അവൾ അങ്ങനെ പറയണത്? ദൈവസ്നേഹത്തോടെയാണ് പറയണത്. ഏത് ജാതിയായാലും എന്നും പറഞ്ഞിട്ടൊരു കഥയുമില്ല. നിങ്ങളുടെ ദൈവസ്നേഹമുണ്ടോ, ഉടമ്പടി എപ്പോൾ ക്രാക്കാകും തിരക്കിയാൽ മതി. ചെയ്യുന്ന കാര്യങ്ങൾ ദൈവസ്നേഹത്തോട് ചെയ്യണം. അതിനകത്ത് ജാതിയുമില്ല, മതവുമില്ല, എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. എപ്പോഴാണ് നീ ദൈവത്തിനോട് സ്നേഹം തോന്നുകയും ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ ജീവിക്കുകയും ചെയ്യണത്, അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ മാത്രമല്ല
മക്കളിന് പകരം എന്താണ് ഈശോ പറഞ്ഞത്? നീ അവിടുത്തെ ശിഷ്യയാകുന്നു, നീ അവൻ്റെ ശിഷ്യനാകുന്നു. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും ദൈവസ്നേഹത്തോടെ നിർവഹിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യാം. ഇതിന് നോഹൗ എന്ന് പറയുന്ന ജ്ഞാനസൂത്രം, അത് ഇപ്പം മനസ്സിലായില്ലേ? ലളിതമാണ്, സിമ്പിളല്ലേ? അത് സിമ്പിളാണത്. ചെയ്യണ കാര്യങ്ങൾ ദൈവസ്നേഹത്തോടെ ചെയ്യണം. ഈ ദൈവസ്നേഹത്തോടെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാകണത്? നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിലാണ് നിൽക്കുന്നത്. അതാണ് ബലം, ഫലമാണ് ബലം. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലം വേണമേ എന്ന് പറഞ്ഞിട്ട് കാറിക്കൂവിട്ട് കാര്യമില്ല. ഉടമ്പടി നിങ്ങൾ വൃത്തിയും വിനയമായിട്ട് ദൈവത്തിന് മുൻനിർത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് യു വിൽ ബി എംപവേർഡ് വിത്ത് ദ ഗ്രേസ്. ക്യാപിറ്റൽ ഗ്രേസ് ഉണ്ട്, 7 ഗ്രേസസ്. ദൈവത്തിൻ്റെ 7 ഗ്രേസ്, പരിശുദ്ധാത്മാവിൻ്റെ 7 ഗ്രേസസ് ഉണ്ട്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലം, അതാണ് ബലം. ഗലാത്യർ 5:22. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. അതായത് ഇതിൻ്റെ പറയുന്ന സൗമ്യതയും ആത്മസംയമനവും ഒക്കെ സ്നേഹത്തിൻ്റെ ചേരുവകകളാണ്. സ്നേഹം ഒരു വ്യക്തികളിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് ഉണ്ടാകുന്ന പെരുമാറ്റങ്ങളും ആണ് ഈ സൗമ്യതയൊക്കെ വരണത്. ഇപ്പോൾ സ്നേഹം എന്താണ്? ഇപ്പോൾ സൗമ്യത എന്ന് പറഞ്ഞാൽ എന്താ? അത് ക്ഷമിക്കുന്ന സ്നേഹമാണ്. ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ക്ഷമ എന്താ? അത് സഹിക്കുന്ന സ്നേഹമാണ്. എല്ലാം കണ്ടൻറ്റ് വൈസ് ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ. പൗലോസ് അപ്പോസ്തലൻ അങ്ങോട്ട് പരത്തി പറഞ്ഞിരിക്കുകയാണ് സംഭവം. ഇത് 7 ക്യാപിറ്റൽ ഗ്രേസസ് ആണ്. എന്തൊക്കെയാണ്? സ്നേഹം, പിന്നെ എന്താണ്? ആനന്ദം, ജോയ്, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത. ഇത്രയാണ് സംഭവം. ഈ 7 ഫലങ്ങളെ നമ്മൾ ഉടമ്പടിക്കാലത്ത് ക്രിയേറ്റ് ചെയ്ത് വരണം. എന്തൊക്കെയാണത്? ഒന്ന് നോക്കിയേ. സ്നേഹം, ആനന്ദം, സമാധാനം, വായിച്ചോളൂ. ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത. ഈ 7 ഫലങ്ങൾ വരുന്നതിന് മുമ്പ് വേറെ ഒരു സംഭവം ഇവിടെ നടക്കണം. വെറുതെ 7 ഫലങ്ങൾ ഉണ്ടാകത്തില്ല. 7 ഫലങ്ങൾ. ഇപ്പോൾ ഒരു ചെടിയിൽ നമ്മളൊരു ചെടി നടാൻ പോവുകയാണ്. ചെടി നടുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം? ആദ്യം തന്നെ ഇപ്പോൾ ഒന്നും വേണ്ട, ഒരു ചാലിൽ ചെമ്മീൻ കൃഷി തുടങ്ങാൻ പോവുകയാണ് എന്ന് വിചാരിച്ചോ. ചെമ്മീൻ കൃഷി തുടങ്ങിയാലും ചെടി നട്ടാലും ആദ്യം ചെയ്യണത് എന്താണ്? ആദ്യം ആ കെടുവളമൊക്കെ മാറ്റും, അല്ലേ? പഴയ മണ്ണൊക്കെ മാറ്റും. പിന്നെ എന്ത് ചെയ്യും? പിന്നെ അടിവളം ഇട്ട് കൊടുക്കും. പിന്നെ എന്ത് ചെയ്യും? അതുപോലെ തന്നെ ചെമ്മീൻ കൃഷിക്കാരാണെങ്കിൽ വെള്ളത്തിൻ്റെ pH നോക്കും. pH കറക്റ്റ് ചെയ്യാൻ കുമ്മായി വിടും. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യും? വെള്ളം കൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് വേറെ വല്ല ജീവികൾ, അതുപോലെ തന്നെ ഇനി ഇത് കൂടാതെ ചെമ്മീനെ തിന്നുന്ന ആമകളുണ്ട്, അല്ലെങ്കിൽ ഞണ്ടുണ്ടെങ്കിൽ അതിനൊക്കെ ആദ്യം കരക്ക് പിടിച്ച് കയറ്റും. എല്ലാത്തിനും വെള്ളം അരിച്ചേർക്കും. എന്തിനാണ് ചെമ്മീൻ ഇടണം? അല്ലെങ്കിൽ ആമ അടിച്ച് കളയും എല്ലാത്തിനും, അല്ലെങ്കിൽ ഞണ്ട് തിന്ന് കളയും. ഇതുപോലെ നമ്മുടെ ഈ ആത്മാവിൻ്റെ ഫലങ്ങൾക്ക് മുമ്പ് വേറെ ചില പ്രശ്നങ്ങളുണ്ട്. അതവിടെ അത്ര ആമയും ഞണ്ടും വേറെ ഉണ്ട്. അത് മാറ്റിയാൽ മാത്രമേ ആത്മാവിൻ്റെ ഫലങ്ങളെ പ്രവർത്തിക്കത്തുള്ളൂ. അതെന്തൊക്കെയാണ്? അതും 7 ഉണ്ട്. അതേതാണ്? അത് മത്തായി 15:19 എടുത്തേ. ദുശ്ചിന്തകൾ, ഒന്ന് പറഞ്ഞ ദുശ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അപ്പോൾ ഒന്നിനു വായിക്കാം. ഹൃദയത്തിൽ ഈ ഞണ്ടും ആമയൊക്കെ ഉണ്ടെന്ന് നോക്കുകയാണ് കേട്ടോ. എന്തൊക്കെയാണ്?
ദുശ്ചിന്തകൾ, പറഞ്ഞ ദുശ്ചിന്തകൾ, ദുഷ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, പോകുമ്പോൾ മിണ്ടാതിരിക്കാന്നല്ല കേട്ടാ. ഇപ്പം കിണറ്റിൻ്റെ വെള്ളയിൽ ജപ്പാൻ വെള്ളമായത് കാരണം എല്ലാ അടുക്കളയിൽ വെള്ളം കിട്ടണതുകൊണ്ട് വലിയ പരദൂഷണം ഇല്ല. എന്നാലും അടുക്കള പരദൂഷണം കാണും ചിലപ്പോൾ. ശ്രദ്ധിക്കണം ഉടമ്പിലിരിക്കുന്ന ആൾക്കാരെ. ഇപ്പോൾ നമ്മൾ പുറത്ത് ഔട്ട് ഗോയിങ് മിനിസ്ട്രി ഇല്ലെന്നേ ഉള്ളൂ, പക്ഷേ ഇന്റേണൽ മിനിസ്ട്രി നമുക്കുണ്ട്. അകത്ത് അടുക്കള പരദൂഷണമുണ്ട്. ആ കിണറ്റിൻ്റെ കരയിൽ നിന്ന് ജപ്പാൻ വെള്ളം വന്നപ്പോൾ പരദൂഷണം അടുക്കളയിൽ കരയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മാറിയിട്ടില്ലല്ലോ. നിങ്ങൾക്കിതിനകത്ത് പങ്കുണ്ടാകരുത്. മനസ്സിലായി? ഇതിനകത്ത് ഉടമ്പടിക്കാർക്ക് കാര്യം ദൈവം നിങ്ങളിൽ ലാൻഡ് ചെയ്യേണ്ട സമയമാണ് ഉടമ്പടി. അപ്പോഴേ ദൈവകൃപ ആത്മാവിൻ്റെ 7 ഫലങ്ങൾ വരുന്ന മുമ്പ് 7 പിശാചുക്കളെ പുറത്താക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇവളിൽ നിന്നാണ് 7 ടേക്ക് ദ ബെഡ് ഓഫ് ഗോൾ. മർക്കോസ് 16:9 ഇവളിൽ നിന്നാണ് അവൻ 7 പിശാചുക്കളെ പുറത്താക്കിയത്. അപ്പൊ പാപിനിയായ സ്ത്രീയെക്കുറിച്ച് പറയുന്ന ഭാഗമാ. അവിടെ എന്താ പറയുന്നത്? ഇവളിൽ നിന്നാണ് 7 പിശാചുക്കളെ പുറത്താക്കിയത്. പരിശുദ്ധാത്മാവിൻ്റെ 7 ഫലങ്ങൾ വരുമ്പോൾ പിശാചുക്കൾ 7 അവിടെ ഉണ്ടാവും. ചിലപ്പോൾ പരദൂഷണം, അല്ലേ, പക, ആഭിചാരം, വ്യഭിചാരം, ഇങ്ങനെയുള്ള 7 സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഉടമ്പടിയുടെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇവയെ പുറത്താക്കി നമ്മൾ ടാർഗറ്റ് ചെയ്യണം.